നിലമ്പൂരിൽ പ്രചാരണം മുറുകുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന നിലമ്പൂരിൽ വിവിധയിടങ്ങളിൽ പ്രചാരണത്തിനെത്തും. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച KC വേണുഗോപാലിന്റെ നടപടിക്കെതിരെ മണ്ഡലത്തിലും അമർഷം ശക്തമാവുകയാണ്. KSK2വിന്റെ നേതൃത്വത്തിൽ ഇന്ന് പെൻഷൻ വാങ്ങുന്നവരുടെ സംഗമം നടക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥി M സ്വരാജ് എടക്കരയിലും UDF സ്ഥാനാർത്ഥി നിലമ്പൂർ നഗരത്തിലും വോട്ട് തേടും. KT സ്വാലിഹ് ചേരുകയാണ് നിലമ്പൂരിൽ നിന്നും. സ്വാലിഹ്, അങ്ങനെ പ്രചാരണ ചിത്രം, അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം അത് കൂടുതൽ വ്യക്തമാവുകയാണ്. 10 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. കൂടുതൽ സജീവമായി തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും. എങ്ങനെയാണ് നിലമ്പൂരിലെ കാഴ്ച? ഇനി 12 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉള്ളത്, പ്രചാരണത്തിനും അതോടൊപ്പം പോളിംഗിലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ പോരാട്ടം, പരമാവധി ആളുകളെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അതോടൊപ്പം തന്നെ നേതാക്കൾ എത്തിയുള്ള ക്യാമ്പയിൻ, UDF-നാണെങ്കിൽ ഇന്നലെ തന്നെ നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളെല്ലാം ഉണ്ട്. LDF-ന് വേണ്ടി ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മണ്ഡലത്തിൽ എത്തുന്നുണ്ട്. അദ്ദേഹം 3 പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും നിലമ്പൂരിലുണ്ട്. ഇന്ന് ഈ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച ഏതാണ്ട് 1,00,000-ഓളം പെൻഷൻ വാങ്ങുന്നവരാണ്, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമുള്ളത്. അവരെ അധിക്ഷേപിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നൊരു കൂട്ടായ്മ, പെൻഷൻ വാങ്ങുന്നവരുടെ കൂട്ടായ്മ ഇന്ന് നിലമ്പൂരിൽ നടക്കുന്നുണ്ട്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് A വിജയരാഘവനാണ്, CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം. ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ ഉയർത്തി നിലമ്പൂരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചൊക്കെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇടതുമുന്നണി സജീവമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം UDF-ഉം പ്രചാരണ രംഗത്ത് മുഴുവൻ നേതാക്കളെയും എത്തിച്ച് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം, വലിയ വിഭാഗീയതയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രസ്താവനകളും ഒക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പരിഹരിച്ച് വേണം തെരഞ്ഞെടുപ്പിൽ വോട്ട് സമാഹരിക്കുന്നത്. അതിനുള്ള ഒരു തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥി ഇന്ന് നേരത്തെ തന്നെ പെരുന്നാൾ അവധിയൊക്കെ ആയിരുന്നതിനാൽ നിലമ്പൂർ നഗരത്തിൽ തന്നെ വോട്ട് തേടുകയാണ്. LDF സ്ഥാനാർത്ഥി ഇന്ന് എടക്കരയിൽ മലയോര മേഖലയിൽ തന്നെയാണ് ഇന്നും വോട്ടർമാരെ കാണുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ മത്സര രംഗത്ത് സജീവമായിട്ടുണ്ട്. PV അൻവർ ഇന്ന് മലയോര മേഖലകളിൽ ചുങ്കത്തറ, അതോടൊപ്പം എടക്കര, വഴിക്കടവ് ഭാഗങ്ങളിൽ വോട്ടർമാരെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. NDA സ്ഥാനാർത്ഥിയും ഏതാണ്ട് ഈ മേഖലകളിൽ തന്നെ അവരുടെ ദേവാലയങ്ങൾ, ക്ഷേത്ര പരിസരങ്ങൾ, ഇങ്ങനെ സംഘപരിവാറിന് സ്വാധീനമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് BJP സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പ്രചരണം. ആതിര. സ്വാലിഹ്, അതോടൊപ്പം തന്നെ ഈ പ്രചാരണം സംബന്ധിച്ച കാര്യങ്ങൾ കൂടി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഉത്താടം പഞ്ചായത്തിലൊക്കെ തന്നെ M സ്വരാജ് ലഭിച്ചൊരു സ്വീകാര്യതയുണ്ട്. M സ്വരാജിനെ കേൾക്കാനായി എത്തുന്ന ഒട്ടനവധി ജനങ്ങളെയാണ് നമ്മൾ കണ്ടത് ഈ ഒരു സ്വീകരണ യോഗങ്ങളിലടക്കം. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് വികസനം മുൻനിർത്തിക്കൊണ്ട് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതുകൂടി പറയേണ്ടതുണ്ട്. തീർച്ചയായും ഇടതുമുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയായി M സ്വരാജ് വന്നതോടെ വലിയ ആവേശം പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്നു. അത് നമുക്ക് ഈ പ്രചാരണ യോഗങ്ങളിലുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആവേശത്തിൽ LDF പ്രവർത്തകർ അദ്ദേഹത്തെ കാണാനൊക്കെ എത്തുന്നുണ്ട്. അതോടൊപ്പം പോത്തുകല്ലിലൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഒപ്പം പഠിച്ചവർ, അധ്യാപകരൊക്കെ ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി എത്തുന്നു. അദ്ദേഹത്തെ കാണാനെത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. വലിയൊരു ആവേശം മണ്ഡലത്തിൽ പൊതുവെ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിൽ M സ്വരാജിൻ്റെ വരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണിയുടേത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, വലിയ രാഷ്ട്രീയ സംവാദങ്ങളൊക്കെ ഉയർത്തി, ജനാധിപത്യപരമായ സംവാദങ്ങളൊക്കെ ഉയർത്തിയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്, ഇടതുമുന്നണി സമീപിക്കുന്നത്. ഇതൊക്കെ പൊതുവിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കിടയിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനാ ശരി, വ്യക്തമാണ്. KT സ്വാലിഹാണ് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.